മുൻ MLA PK ശശിക്കെതിരെ കഴിഞ്ഞ 6 വർഷത്തിനിടെ ഇത് 3ാം തവണയാണ് പാർട്ടി നടപടിയുണ്ടാകുന്നത്. അതും CPM-ൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമിടുന്നതിന് ആഴ്ചകൾ മാത്രം ശശിക്ക്. PK ശശിക്കെതിരെയും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്കെതിരെയും സ്വീകരിച്ച നടപടികൾ പാർട്ടിയെ സംബന്ധിച്ച് അത്യപൂർവമെന്ന് വേണം പറയാൻ. അടുത്ത സമ്മേളനത്തിൽ PK ശശി മത്സരിച്ച് കയറി വരാനുള്ള വാതിലുകളെല്ലാം കൃത്യമായി അടച്ചിടുന്നതാണ് ജില്ലാ നേതൃത്വത്തിന്റെ നടപടി. ഒപ്പം ജില്ലയിലെ പ്രവർത്തകർക്ക് കൃത്യമായ ഒരു സന്ദേശവും ഈ നടപടി വഴി പാർട്ടി നൽകിയിരിക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശിക്ക് ഏരിയ കമ്മിറ്റിയുടെ ചുമതല നൽകിയതിലൂടെ അടുത്ത സമ്മേളന കാലം നിയന്ത്രിക്കുന്നത് ജില്ലാ നേതൃത്വം നേരിട്ടാകുമെന്ന സന്ദേശവും പ്രവർത്തകർക്ക് നൽകി കഴിഞ്ഞു. ആദ്യം DYFI പ്രവർത്തകയുടെ പീഡന പരാതിയിലാണ് ശശിക്കെതിരെ നടപടിയുണ്ടായത്. 6 മാസത്തേക്കായിരുന്നു അന്ന് സസ്പെൻഷൻ. PK ശശി അപമര്യാദയായി പെരുമാറുന്നുവെന്നും എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും പിന്നീട് അപവാദ പ്രചാരണം നടത്തിയെന്നുമായിരുന്നു യുവതിയുടെ പരാതി. സംസ്ഥാന നേതൃത്വം പരാതി പരിഗണിക്കാതിരുന്നതോടെ യുവതി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. എന്നാൽ ലൈംഗിക അതിക്രമം നടന്നിട്ടില്ലെന്നും ഫോണിലൂടെ മോശമായി സംസാരിച്ചതിന് നടപടി എടുക്കാമെന്നുമായിരുന്നു പരാതി അന്വേഷിച്ച കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലൻ, PK ശ്രീമതി എന്നിവരുടെ കണ്ടെത്തൽ. അന്ന് ഷൊർണൂർ MLAയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ശശിയെ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 2019 നവംബർ 26-നാണ് CPM സസ്പെൻഡ് ചെയ്തത്. 6 മാസത്തിനു ശേഷം ശശിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും 2021-ൽ KTDC ചെയർമാനായി അവരോധിക്കുകയും ചെയ്തു. പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് ശശി തരം താഴ്ത്തപ്പെട്ടിരുന്നു. ഇക്കുറി CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ PK ശശിക്കെതിരെ കടുത്ത നടപടിക്ക് പാർട്ടിയെ പ്രേരിപ്പിച്ചത് കോടികളുടെ ഇടപാടാണ്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തി CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്ന് സ്വാധീനം ഉപയോഗിച്ച് സമാഹരിച്ച തുക ദുർവിനിയോഗം നടത്തി എന്നീ പരാതികളാണ് PK ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നത്. മണ്ണാർക്കാട് വിദ്യാഭ്യാസ സഹകരണ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സൽ കോളേജിന് വേണ്ടി സഹകരണ ബാങ്കുകളിൽ നിന്ന് 5.49 കോടി രൂപയാണ് ഓഹരിയായി സമാഹരിച്ചതെന്നാണ് പരാതിക്കാരുടെ ആരോപണം. ധനസമാഹരണം പാർട്ടി അറിഞ്ഞിട്ടില്ലെന്നും ഇത് ദുർവിനിയോഗം നടത്തിയെന്നുമുള്ള പരാതിയിലാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ നടപടി. ശശിയെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കാൻ ഞായറാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരുന്നു. KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും ശശിയെ നീക്കിയേക്കും. സഹകരണ സ്ഥാപനങ്ങളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നുള്ള ആരോപണവും ശശിക്കെതിരെ ഉയർന്നിരുന്നു. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് ശശിക്കെതിരെ ഉയർന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടപടി റിപ്പോർട്ട് ചെയ്തത്. വിഭാഗീയ പ്രവർത്തനങ്ങളും തമ്മിലടിയും രൂക്ഷമായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു.